Watch India's largest kids library only on Jio Hotstar. Download the app now. ഞാൻ ഫുർഫുറി നഗരത്തിനെ നന്നായിട്ട് റിസർച്ച് ചെയ്തു. പിന്നെ ഈ നഗരത്തിന്റെ എൻവിറോൺമെന്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഈ ഫുർഫുറി നഗരത്തിന്റെ സ്ഥലത്തിൽ ഞാൻ ബിൽഡേഴ്സിന്റെ ഒപ്പം ചേർന്ന് ഒരു വലിയ ബിൽഡിംഗ് കെട്ടാനുള്ള പ്ലാനിലാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സ്ഥലം വിട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഈ ഫുർഫുറി നഗരം വിട്ട് എങ്ങോട്ട് പോകൂലടാ, മനസ്സിലായോ? ഒരിക്കലും ഇല്ല. ഞങ്ങൾ ഞങ്ങളുടെ ഈ സ്ഥലം വിട്ടിട്ട് ഒരിടത്തേക്ക് പോവില്ല. അതെ അതെ, ഞങ്ങൾ ഇവിടുന്ന് നാട് വിട്ട് പോകത്തേ ഇല്ല. നിങ്ങളെ പോലുള്ള കുറെ പേരോട് വന്നിട്ട് പോയിട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു റൂമിന് പകരം 10 റൂമിനുള്ള സ്ഥലം ഞാൻ തരാം. 2 റൂമിന് പകരം 20 റൂമിനുള്ള സ്ഥലം ഞാൻ തരും. 5 റൂമിന് പകരം 50 റൂമിനുള്ള സ്ഥലം ഞാൻ തന്നിരിക്കും. വീണ്ടും ഓഫർ തരാന്ന് പറയാൻ ധൈര്യം? ഒരു മുറയുടെ സ്ഥലത്ത് 10 പേര് തരും. ഞാനൊരു വലിയ ഹോട്ടൽ തന്നെ കെട്ടിപ്പൊക്കില്ലേ? 2 റൂമിന് വരെ 20 റൂം തരാന്ന്. 5 റൂമിന് വരെ 50 റൂമിന് സ്ഥലമോ? ഈ ഓഫർ കൊള്ളാലോ. അവനോട് വാ തുറന്ന് നിങ്ങൾ പറ, ഞങ്ങളുടെ സ്ഥലം ഞങ്ങൾ ആർക്കും വിൽക്കൂലെന്ന്. നിങ്ങളുടെ സ്ഥലത്തിന്റെ ആധാരം എടുത്തിട്ട് വന്ന് വേഗം എന്റെ കയ്യിൽ തരൂ. ആർക്ക് എത്ര സ്ഥലം വേണോ അത്ര സ്ഥലം എടുത്തോളൂ. ഇവിടെ എന്തോ പ്രശ്നമുണ്ട്. നിങ്ങൾ ഇതാ കണ്ടോ, നിങ്ങളുടെ കണ്ണിന് കാണുന്ന സ്ഥലമൊക്കെ നമ്മുടെ സ്ഥലമാണ്. ആ ദൂരത്തൊരു ബംഗ്ലാവ് കാണുന്നില്ലേ, അതും എന്റെ ബംഗ്ലാവാണ്. ഇന്ന് തൊട്ട് ഈ സ്ഥലമൊക്കെ നമ്മൾ എല്ലാവർക്കും സ്വന്തമാണ്. നിങ്ങളുടെ ആധാരം എന്റെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് എത്ര സ്ഥലം വേണോ അത്ര സ്ഥലം എടുത്തോളൂ. എന്റെ പണി തീർന്നു. ഇനി നിങ്ങൾ സ്ഥലം ആക്രമിച്ചാൽ എന്ത്, ആക്രമിച്ചില്ലെങ്കിൽ എന്ത്. ഇപ്പോൾ ഞാൻ സ്ഥലം വിടാൻ പോവുകയാണ്. ഈ സ്ഥലം ഞാനാണ് ആദ്യം നോക്കിയത്. നോക്കിയെന്ന് വെച്ചാ എന്താ നിന്റെ ആയോ? ഞാൻ ചന്ദ്രനെ നോക്കിയ ചന്ദ്രൻ എന്റേതായോ? ഞാനാണ് ഇവിടെ ആദ്യം കമ്പ് കുത്തിയത്. ദേ കിടക്കുന്ന നിന്റെ കമ്പ് പോയി എടുത്തോ. എന്റെ അപ്പോ എനിക്ക് പോലീസ് സ്റ്റേഷൻ പണിയാൻ കുറച്ച് സ്ഥലം വേണമല്ലോ. ഈ സ്ഥലം പോലീസ് സ്റ്റേഷൻ പണിയാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ. കോൺസ്റ്റബിൾസ്, വേഗം നിങ്ങളുടെ പണി തുടങ്ങിക്കോളൂ. സോറി. അല്ല, എങ്ങോട്ടാ പോവുക? ഒരു സ്ഥലവും ഒഴിവില്ലല്ലോ. ഇത് എന്റെ സ്ഥലമാണ്. എന്റെ സ്ഥലമാണ്. കിട്ടിപ്പോയി. ഇത് എന്റെ സ്ഥലമാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഈ സ്ഥലം എന്റേതാണ്. ഓക്കെ, എല്ലാരും വരി വരിയെ വന്ന് നിന്നേ. ഇപ്പൊ ആരെവിടേക്ക് ചെന്ന് വീഴുന്നോ ആ സ്ഥലമാണ് അവരുടെ. എല്ലാം റെഡിയാവൂ. ഇങ്ങനെ സ്ഥലം കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം തോന്നുന്നു എനിക്ക്. മോട്ടു, എന്താ ശരിയല്ലേ? മോട്ടു, വാ കമ്പ് വെക്കാം. വീട് കെട്ടാൻ ഒരുപാട് സമയമെടുക്കും. പിടിക്കാതെ അടിച്ചു പഠിക്കേ. മോട്ടു,
മോട്ടു നോക്കിയും കണ്ടുമൊക്കെ ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ അടി കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ സിമെന്റ് കൊണ്ടുവരാം, നമുക്ക് വീട് കംപ്ലീറ്റ് ചെയ്യണ്ടേ. ഞാൻ ഇപ്പൊ വരാ. ശരി, ഞാൻ 1 മിനിറ്റ് കൊണ്ട് ചുവര് പണിത് ഉയർത്താം. സോറി, നിങ്ങളൊക്കെ എങ്ങനെ ഈ ചുവരിനകത്ത് കയറി കൂടിയത്? ഞങ്ങൾ ഇവിടുന്ന് പുറത്തു വന്നതിന് ശേഷം നിനക്കെല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. നല്ല മണം. അറിയാതെ എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതോ. നമ്മുടെ വീടിന്റെ പണിയെല്ലാം കഴിയുന്നത് വരെ മോട്ടുവിനെ എങ്ങോട്ട് പോകാൻ അനുവദിക്കരുത്. അതാണ് എല്ലാവർക്കും നല്ലത്. മോട്ടുവിനെ പിടിച്ച് കെട്ടിയിട്. നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് കാണിച്ചത് ശരിയല്ല. മോട്ടു, നീ കാരണം എല്ലാവർക്കും ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കിയേ, എല്ലാം ശരിയായി, എല്ലാം നല്ല രീതിയിലായില്ലേ. ഓക്കേ, റെഡി ജവാൻസ്. ആ മലയുടെ അടുത്തുള്ള ടാർഗറ്റ്സ് എല്ലാം നമ്മുടെ ശത്രുക്കളായിട്ട് കരുതുക. ഫോർവേഡ് മാർച്ച്. എന്താണ് സംഭവിക്കുന്നത്? ഭൂമി കുലുങ്ങുവാണോ? ഓടും മോട്ടു. അയ്യോ, ഓടിക്കോ, എല്ലാരും ഓടിക്കോ. ഓടിക്കോ, രക്ഷപ്പെട്ടോ. Victory tank അല്ലേ? Stop in the name of law, please. ഞങ്ങളുടെ സ്ഥലത്ത് എങ്ങനെയാണ് ഇത്രയധികം ആൾക്കാർ വന്നത്? നിങ്ങൾ എല്ലാവരും ഈ ആർമിയുടെ സ്ഥലത്ത് ആരുടെ പെർമിഷൻ എടുത്തോണ്ടാണ് വീടുണ്ടാക്കിയത്? ഞങ്ങളോട് ക്ഷമിക്ക്, പക്ഷെ ഈ ബിൽഡറാണ് ഞങ്ങൾക്ക് ഈ സ്ഥലമെല്ലാം എഴുതി തന്നിട്ട് ഞങ്ങൾ ഇവിടെ വീട് വെക്കാൻ പറഞ്ഞിട്ട് പോയത്. പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ ഫുർഫുറി നഗറിലെ സ്ഥലമെല്ലാം അയാൾക്ക് എഴുതി കൊടുക്കുകയും ചെയ്തു. അയാളുടെ ആയിട്ട് ഇവിടെ ഒരു സ്വന്തം ബംഗ്ലാവ് ഉണ്ട് സാർ. ബംഗ്ലാവോ? സാധ്യതയില്ല. ഇത് വളരെ സെൻസിറ്റീവ് ഏരിയ ആണ്. എവിടെയാണ് ആ ബംഗ്ലാവ്? അതാ അവിടെ. ചെല്ല്, അവിടെ ആരുണ്ടെങ്കിലും അവരെ ഇപ്പൊ വിളിച്ചോണ്ട് വാ. ഓക്കേ സാറേ. അയ്യോ, ബിൽഡിംഗ് സ്ട്രോങ്, ബേസ്മെന്റ് വീക്ക് ആണെന്ന് തോന്നുന്നു. ഓടിക്കോ. നമ്മളെ പറ്റിക്കാണ് വിടരുത്. അവനെ പിടിക്കുക. സാർ, ഇതാ പിടിച്ചോളൂ ഈ ഫുർഫുറി നഗരത്തിലെ എല്ലാ വീട്ടിന്റെയും ആധാരങ്ങൾ. സ്ഥലം മേടിച്ചിട്ട് പൈസ തരൂ. ഇന്നാ പിടിച്ച നിന്റെ 30 കോടിയുടെ കമ്മീഷൻ. ഇവിടെ വാട്ടർ പാർക്ക് ഉണ്ടാവും, എന്നിട്ട് ഇവിടെ സ്വിമ്മിംഗ് പൂൾ, പിന്നെ ഇവിടെ റെസ്റ്റോറന്റ്, പിന്നെ ഇവിടെ വേഗം വരൂ. ഏരിയ അവന്മാരെ പിടിക്കണം. മഞ്ഞിൽ കളഞ്ഞിട്ട് ഓടിയിരിക്കുകയാണ്. വരൂ. ആട്ടപ്പെടുത്തി നിങ്ങൾ എന്തിനാണ് എന്നെ ഇത്രയും തല്ലിയത്? ഞാനിവിടെ സത്യസന്ധതയോടെ റിസോർട്ട് ഉണ്ടാക്കാനാ തീരുമാനിച്ചേ. ആദ്യം ഞങ്ങളുടെ സ്ഥലം ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ച് ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലം തന്ന ആ ബിൽഡറിനെ വിളിക്കേ. ഏത് ബിൽഡറാ? ഞാനൊരു ഏജൻസിയുടെ കയ്യിൽ ഈ സ്ഥലം വെറും 20 കോടി രൂപ കൊടുത്ത് മേടിച്ചതാ. എന്തായിരുന്നു അയാളുടെ പേര്? അതെ, ജോൺ. ജോൺ? എന്നാൽ അവൻ നമ്മുടെ ജോൺ ദ ഡോൺ തന്നെ ആയിരിക്കും. എല്ലാവരും വരൂ. ജോൺ
ജോൺ, നീ ഇവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നീ ആദ്യം സിറ്റിയിൽ പോയി നോക്ക്, അവിടെ ഒരു ബിൽഡർ വന്നിട്ടുണ്ട്. അയാൾ നമ്മുടെ സ്ഥലത്തിന് പകരം 1.5 ഏക്കർ സ്ഥലമാണ് എല്ലാവർക്കും തരുന്നത്. ആ 1.5 ഏക്കർ നീ പോയി മേടിച്ചോ. ജോൺ ദ ഡോണിന് ഒരു സ്ഥലവും ആവശ്യമില്ല. എന്തെന്ന് വെച്ചാൽ ഞാൻ ഈ ചെറിയ കാട്ടിൽ തന്നെ വളരെ സന്തോഷവാനാണ്. എനിക്കിത് മാത്രം മതി. ജോൺ, നീ എങ്ങനെയാണ് ഇവിടെ താമസിക്കുന്നത്? നിന്റെ അടുത്ത് ആകെ ഉള്ളത് ഈ ചെറിയ വാനല്ലേ? അതിനകത്ത് നീ എങ്ങനെ കിടന്നുറങ്ങുന്നത്? എനിക്കൊന്ന് കാണിച്ചു തരുമോ പ്ലീസ്? ഓക്കെ ഓക്കെ, നീ വന്ന് നോക്ക്. അയ്യോ അയ്യോ മോട്ടു, എന്തിനാ മോട്ടു എന്നെ തല്ലുന്നത്? മനസ്സിലായി, നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ജോൺ, ഞങ്ങൾക്ക് ഒന്ന് കാണണം, നീ എങ്ങനെയാണ് ഈ ചെറിയ വാനിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന്. ഇനി ഞാൻ ആരെയും പറ്റിക്കില്ല. എന്നെ വീട്ടേക്ക്. അയ്യോ എന്നെ തല്ലല്ലേ, പ്ലീസ് പ്ലീസ് എന്നെ വീട്ടേക്ക്. Watch India's largest kids library only on Jio Hotstar. Download the app now.